ജിയുടെ തിരക്കിലായിരിക്കും പലരും, പക്ഷെ വിട്ട് കളയാൻ പാടില്ലാത്ത ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. ആൻഡ് അതിന് അപ്ലൈ ചെയ്യാനുള്ള അവസാന ദിവസം ഏപ്രിൽ 5 അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ജിയുടെ തിരക്കാണെങ്കിലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിടുക. സംഭവം എന്താണെന്ന് പറയാം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് IIIT ഹൈദരാബാദിന്റെ UGEE എന്ന് പറഞ്ഞൊരു എക്സാമിനെ കുറിച്ചാണ്. ഈ എക്സാം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഇത് ആരാണ് എഴുതേണ്ടതെന്ന് പറയാം. ചില കുട്ടികൾക്ക് ഇപ്പോഴും ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ചെയ്യണം, കമ്പ്യൂട്ടർ സയൻസ് അതെന്നെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള കുറേ അധികം കുട്ടികളുണ്ടായിരിക്കും. പക്ഷെ പല റീസൺസ് കൊണ്ടും അവർക്ക് എന്താ പറയുക, ഒരു ഷുവറായിട്ട് ഇത് കിട്ടുമെന്ന് ഉറപ്പില്ലാന്നുണ്ടെങ്കിൽ അവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് UGE എന്ന് പറയുന്ന ഒരു എക്സാം. IIIT ഹൈദരാബാദ് എന്ന് പറഞ്ഞൊരു കോളേജിലേക്കാണ് നിങ്ങൾക്ക് ഇതൊരു അഡ്മിഷൻ കിട്ടുക. അവിടുത്തെ ഇന്റഗ്രേറ്റഡ് ബിടെക് പ്ലസ് എംടെക് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലോട്ടാണ് കിട്ടുക. അപ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ചില്ലറ പ്രോഗ്രാം അല്ല. ഇതിന്റെ ഹയസ്റ്റ് പ്ലേസ്മെന്റ് നോക്കുകയാണെങ്കിൽ 70 lakh പ്ലസ് ഒക്കെയാണ് പോയിരിക്കുന്നത്. ഏറ്റവും ലോവസ്റ്റ്, ആവറേജ് ഒന്നും അല്ല പറഞ്ഞാൽ, ഏറ്റവും ലോവസ്റ്റ് പ്ലേസ്മെന്റ് തുടങ്ങുന്നത് 12 lakh വെച്ചിട്ടായിരുന്നു. നമ്മളൊന്ന് ആലോചിക്കുക, പല കോളേജിന്റെ ആവറേജ് പാക്കേജ് തന്നെ 12 lakh അത്രയില്ല. അപ്പോൾ ഇത് തുടങ്ങുന്നത്, ഇതിന്റെ ഏറ്റവും ലീസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 12 lakh. പക്ഷെ അത് മാത്രമല്ല, നിങ്ങൾ എടുത്തതിന്റെ പ്ലേസ്മെന്റ് സ്റ്റാറ്റസ് എടുത്തൊക്കെ മനസ്സിലാവും. ഇഷ്ടം പോലെ പ്ലേസ്മെന്റ് മാത്രമല്ല, ഇവിടെ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസ് പോകണമെങ്കിലും MIT അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ തന്നെയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തുറന്നിടുന്ന ഒരു കോഴ്സാണ് എസ്പെഷ്യലി ദിസ് കോഴ്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബിടെക്കിനെ അവിടെയും വെച്ചിട്ട് തന്നെയാണ്, മെയിൻസ് വെച്ചിട്ടാണ്. ഈ കോഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ചും കൂടി എന്താ പറയുക, റിസർച്ച് ഓറിയന്റഡ് ആണ്. ഓക്കെ, ഇതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് കയറാൻ പറ്റുക നോക്കുകയാണെങ്കിൽ ഈ കണ്ടോ 3 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഈസി വെച്ചിട്ട് വേറെ സ്പെഷ്യലൈസേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടില്ലേ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഈ കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പേര് പറയും കമ്പ്യൂട്ടർ സയൻസ് ചത്തു, ഇനി കോഡിംഗ് പഠിച്ചിട്ട് കാര്യമില്ല, എല്ലാവരും വേറെ എന്തെങ്കിലും പഠിക്കുക. ഈ അടുത്ത് എലോൺ മസ്ക് അണ്ണനും പിന്നെ എന്താ പറയുക നിവിഡയുടെ CEO ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ കോഡിംഗ് ഒക്കെ വിട്ടിട്ട് പിള്ളേരെ ഫിസിക്സ് പഠിപ്പിക്കുന്നു. പക്ഷെ അപ്പോഴും പലരും മറന്നു പോകുന്ന ഒരു കാര്യമാണ്, ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡ് അല്ലാണ്ട് എഞ്ചിനീയറിംഗ് സൈഡ് അല്ലാണ്ട് ഈ എഞ്ചിനീയറിംഗിന്റെ തന്നെ ഒരു റിസർച്ച് പാർട്ടുണ്ട്. ഓക്കെ, ആ സാധനം എന്ന് പറയുന്നത് എന്താ പറയുക, എവർഗ്രീൻ ഞാൻ പറയാം. പക്ഷെ അത് ഭയങ്കര, അതിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം കൈൻഡ് ഓഫ് കുറവാണ്. പക്ഷേ അതിൽ ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലത്തെ ഒരു കേസ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. പുറത്തൊക്കെ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിലും ഇപ്പോൾ എന്താ പറയുക, ഗൂഗിളിൻ്റെ ഡീപ് മൈൻഡ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ എടുത്തൊക്കെ മനസ്സിലും കൂടുതൽ റിസർച്ച് പാക്ഡ് സാധനം അതൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസിന് കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലും ഭാവിയിൽ കൂടുന്നു 100% ഉറപ്പാണ്. അപ്പോൾ അങ്ങനത്തെ സാധനം ഭാവിയിലേക്ക് ചിന്തിക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത്യാവശ്യം എന്താ പറയുക, കാശും ഫിക്സ്ഡ് ആണ്. ഓക്കെ, ഇനി ഈ ഒരു എക്സാമിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഏപ്രിൽ 5 വരെ എഴുതാൻ സമയമുള്ളതുകൊണ്ട്, അല്ല അപ്ലൈ ചെയ്യാനായിട്ട് സമയമുള്ളതുകൊണ്ട് വേഗം പോയിട്ട് അപ്ലൈ ചെയ്യുക. എക്സാം നടക്കാൻ പോകുന്നത് മെയ് 2 ഓക്കെ, എക്സാമിന്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ 3 മണിക്കൂറിന്റെ എക്സാമാണ്. സബ്ജക്ട് പ്രൊഫഷ്യൻസി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടും കുറച്ച് ക്വസ്റ്റൻസ് ഉണ്ടാവും. അതായത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഉണ്ടാവും. പിന്നെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടും വേറെ കുറച്ച് പാർട്സും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മറ്റേ നമ്മുടെ സബ്ജക്ട് പ്രൊഫഷ്യൻസി ഒരു 1 മണിക്കൂറിനും മറ്റേ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറിനും, അങ്ങനെ എല്ലാം കൂടി കൂട്ടിയിട്ടാണ് 3 മണിക്കൂർ. നിങ്ങൾക്ക് അതിന്റെ സിലബസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ പോയാൽ ക്വസ്റ്റൻസും ലൈക്ക് മോക്ക് പേപ്പറും കിട്ടും. പിന്നെ ഇതിന്റെ കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റൻസും കിട്ടും. പക്ഷേ ഈ പറഞ്ഞ മാതിരി അധികം സമയമില്ല, ഏപ്രിൽ 5 വരെ സമയമുള്ളൂ. പിന്നെ വേറൊരു കാര്യം, 3200 രൂപയാണ് അപ്ലൈ ചെയ്യാൻ വരുന്നത്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്കീമാണ്, പോയിട്ട് അപ്ലൈ ചെയ്തിടുക. ഇതിന് ഒറ്റ കുഴപ്പമുള്ള ഈ ഒരു കോളേജിന് എന്താണെന്ന് വെച്ചാൽ കത്തി ഫീസാണ്. ഇത് നിങ്ങൾക്ക് കോഴ്സ് മൊത്തം ട്യൂഷൻ ഫീസ് എല്ലാം കൂടി പഠിച്ചിറങ്ങി വരാൻ വേണ്ടിയിട്ട് 30 ലക്ഷം രൂപയാവും. പക്ഷേ കൊളാട്രൽ ഫ്രീ ആയിട്ട് എന്താ പറയുക, ലോൺ സംഭവങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഫീസ് സ്റ്റിൽ കുറച്ച് കത്തിയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അത് മറക്കരുത്. കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്.